Hello, welcome to Chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഡിപെൻഡൻസീസിനെ കുറിച്ചാണ്. ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണ്, ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസി ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസി. ഫസ്റ്റ് നമുക്ക് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണെന്ന് നോക്കാം. ഡിപെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, ഒരെണ്ണം വേറൊരെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ നമ്മൾ ഡാറ്റാബേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടേബിൾസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഈ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. മെയിൻ ആയിട്ട് നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ചതുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ആ ഡാറ്റാബേസ് എഫിഷ്യൻ്റ് ആണോ, ഗുഡ് ആണോ, നമ്മൾ ഒരു ഡാറ്റ അതിനകത്ത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും ചെക്ക് ചെയ്യാനും നമ്മൾ ഈ ഫങ്ഷണൽ ഡിപെൻഡൻസി വഴിയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഇങ്ങനെ ഒരു ആരോ ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എക്സ് ഡിറ്റർമൈൻസ് വൈ. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് വായിക്കാവുന്നത് എക്സ് ഡിറ്റർമൈൻസ് വൈ എന്ന് പറയാം, അല്ലെങ്കിൽ വൈ ഡിപ്പെൻഡന്റ് ഓൺ എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈ ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ എക്സ് എന്ന് പറയാം. ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്കിത് വായിക്കാം. ഇനി എന്താണ് ഇവിടെ എക്സ്, എന്താണ് ഇവിടെ വൈ എന്നുള്ളത്. എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു ടേബിളിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. എന്തുകൊണ്ട് എക്സ് ലെഫ്റ്റ് സൈഡിൽ വന്നു, എന്തുകൊണ്ട് വൈ റൈറ്റ് സൈഡിൽ വന്നു എന്നുള്ളത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എക്സിനെ പറയുന്നത് ഡിറ്റർമിനന്റ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വൈയെ പറയുന്നത് ഡിപ്പെൻഡന്റ് എന്നുമാണ്. എന്തുകൊണ്ട് വൈ ഡിപ്പെൻഡന്റ് ആയി, എന്തുകൊണ്ട് എക്സ് ഡിറ്റർമിനന്റ് ആയി എന്നുള്ളത് നോക്കാം. കാരണം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് മീൻസ് ഒരു കീ ആയിരിക്കണം. അതിന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടി വേണം. ഇത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ പാരന്റിന്റെ ഓൾമോസ്റ്റ് 50 അല്ലെങ്കിൽ 80% ക്യാരക്ടറും ആ ചൈൽഡിന് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ചൈൽഡിന്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, പാരന്റ് ആണ്. ദാറ്റ് മീൻസ് പാരന്റിന് അവിടെ ഒരു പവർ ഉണ്ട്. അതുപോലെയാണ് ഇവിടെ ഡിറ്റർമിനന്റ് ആയി വർക്ക് ചെയ്യുന്ന ആ ഒരു ആട്രിബ്യൂട്ടിന് അവിടെ ഒരു പവർ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ കീ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ അതിന് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നോക്കാം. ഈ ടേബിള് സ്റ്റുഡൻറ്റിൽ നിന്നുള്ള ഒരു റിലേഷനാണ്. ദാറ്റ് മീൻസ് ഒരു ടേബിളിന്റെ നെയിമാണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അതിനുള്ള 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് റോൾ നമ്പർ ഇവിടെ യുണീക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റർമിനന്റ് ആയിട്ട് റോൾ നമ്പറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഡിറ്റർമിനന്റ് ആയ റോൾ നമ്പർ വെച്ച് ബാക്കിയുള്ള ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, നെയിമിനെയും പറ്റും, അതുപോലെ തന്നെ ഏജിനെയും പറ്റും. സോ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുമെങ്കിൽ ഈ ടേബിളിൽ നിന്ന് നമുക്ക് രണ്ട് ഫങ്ഷണൽ ഡിപെൻഡൻസീസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം ആൻഡ് ഓൾസോ റോൾ നമ്പർ ഡിറ്റർമിൻസ് ഏജ് എന്നുള്ളത്. ഇനി എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണെന്ന് നോക്കാം. മെയിൻലി 4 ടൈപ്പ് ഫങ്ഷണൽ ഡിപെൻഡൻസീസ് ആണുള്ളത്. ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപെൻഡൻസി, മൾട്ടി വാല്യൂഡ് ആൻഡ് ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപെൻഡൻസി. ഇതിൽ ഫസ്റ്റ് വൺ നോക്കാം, എന്താണ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപെൻഡൻസി. As per trivial functional dependency, a dependent is always a subset of determinant. നമ്മുടെ കയ്യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന ഡിറ്റർമിനന്റിന്റെ സബ്സെറ്റ് ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഡിപ്പെൻഡന്റ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ എടുത്ത് വെച്ച് നോക്കാം. എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഡിപെൻഡൻസി എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ട്രിവിയൽ ആകണമുള്ള കണ്ടീഷൻ എന്താ പറയുന്നത്, വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സപ്പോസ് നമ്മളുടെ എക്സാമ്പിളിൽ റോൾ നമ്പർ നെയിം ഡിറ്റർമിൻസ് നെയിം എന്നുള്ള ഒരു ഫങ്ഷണൽ ഡിപെൻഡൻസി ആണ്. ഇത് ട്രിവിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറയുന്നത് സബ്സെറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നെയിം എന്നുള്ളത് നമ്മളുടെ ഈ ഡിറ്റർമിനന്റിലെ ഒരു സബ്സെറ്റ് ആണോ, അതേ നെയിം ഇവിടെ വന്നിട്ടുണ്ട് സബ്സെറ്റ് ആണ്, അതുകൊണ്ട് ഇത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപെൻഡൻസി ആണ്. ഇനി ഇത് തന്നെ നമുക്ക് റോൾ നമ്പർ നെയിം ഡിറ്റർമിൻസ് റോൾ നമ്പർ ഇങ്ങനെ വന്നാലും ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ഇതിനെയും പറയാൻ പറ്റും നമുക്ക് ട്രിവിയൽ ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിറ്റർമിനന്റും ഡിപ്പെൻഡന്റും ഇത് തമ്മിൽ എടുക്കുന്ന ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നോട്ട് ഈക്വൽ ടു 5, ദാറ്റ് മീൻസ് എംപ്റ്റി ആയിട്ട് കിട്ടാൻ പാടില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ളത്. ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റോൾ നമ്പർ നെയിം. ഇതിലെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നെയിം എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഇതിലെ ഇന്റർസെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് റോൾ നമ്പറിനെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ട്രിവിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ നോൺ ട്രിവിയൽ.
ഈ നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ കേസിൽ ജസ്റ്റ് ട്രിവിയലിന്റെ ഓപ്പോസിറ്റ് സബ്സെറ്റ് ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എ ഡിപെൻഡന്റ് ഈസ് സ്ട്രിക്ട്ലി നോട്ട് എ സബ്സെറ്റ് ഓഫ് ഡിറ്റർമിനന്റ്. നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എക്സ് ഡിറ്റർമിൻസ് വൈ ആണെന്നുണ്ടെങ്കിൽ വൈ ഒരിക്കലും എക്സിലെ സബ്സെറ്റ് ആകാൻ പാടില്ല എന്നുള്ളതാണ് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എടുത്തു നോക്കാം. റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം. ഈ നെയിം എന്നുള്ളത് ഡിറ്റർമിനന്റ് ആയിട്ടുള്ള റോൾ നമ്പറിന്റെ ഒരു ഭാഗമേ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയാം. ഇനിയിപ്പോ വേറെ ഒന്നും കൂടി പറയാം ഞാൻ എക്സാമ്പിൾ ആയിട്ട്. റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം കോമ ഏജ്. ഈ രണ്ട് ആട്രിബ്യൂട്ട്സും ഡിറ്റർമിനന്റ് ആയിട്ടുള്ള റോൾ നമ്പറിന്റെ പാർട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇത് സബ്സെറ്റും അല്ല. അതുകൊണ്ട് ഇത് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുന്ന കേസ്, ഇത് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒന്നും വരുന്നില്ല. ഇതിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് നോക്കിയാലും മനസ്സിലാവും, ഇതിനകത്ത് കോമൺ ആയിട്ട് ഒന്നും വരില്ല. ദാറ്റ് മീൻസ് ഇന്റർസെക്ഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആ പ്രോഡക്റ്റ് എന്നുള്ളത് 5 വാല്യൂ ആയിരിക്കും. 5 മീൻസ് നത്തിങ്. നമുക്ക് ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണെന്ന് പറയാൻ പറ്റും. ഇനി മൾട്ടി വാല്യൂഡ് ഫംഗ്ഷണൽ ഡിപെൻഡൻസീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ the entities of the dependent set are not dependent on each other. അതായത് നമുക്ക് ഇത് എക്സാമ്പിൾ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. അപ്പോൾ റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം ഏജ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഡിപെൻഡന്റ് ആയിട്ടുള്ള സൈഡ്. ഡിപെൻഡന്റിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് നെയിമും ഏജും വന്നിട്ട് ഈ ഒരു സെറ്റ് ഒരിക്കലും നോട്ട് ഡിപെൻഡന്റ് ഓൺ ഈച്ച് അതർ. അതായത് ഇത് തമ്മിൽ ഒരു ഡിപെൻഡൻസി പാടില്ല എന്നാണ് മൾട്ടി വാല്യൂഡ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി പറയുന്നത്. ഫോർത്ത് വൺ ആയിട്ടുള്ള ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി എന്താ പറയുന്നത്? ഡിപെൻഡന്റ് ഈസ് ഇൻഡയറക്ട്ലി ഡിപെൻഡന്റ് ഓൺ ദി ഡിറ്റർമിനന്റ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചോണ്ട് ചെയ്തു നോക്കാം. എ ഡിറ്റർമിൻസ് സി ഉണ്ട്, അതുപോലെ തന്നെ ബി ഡിറ്റർമിൻസ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഡിപെൻഡൻസി കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ഡിറ്റർമിൻസ് ബി ആണെങ്കിൽ ബി ഡിറ്റർമിൻസ് സിയും കൂടിയാണ്. ദാറ്റ് മീൻസ് എ ഡിറ്റർമിൻസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസി കൂടി ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മുടെ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആംസ്ട്രോങ് ആക്സിയം എന്നുള്ള റൂളിൽ വരുന്നതാണ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം പ്രോപ്പർട്ടീസിൽ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി. പ്രോപ്പർട്ടീസ് എന്ന് പറയാം, അല്ലെങ്കിൽ റൂൾസ് ഇൻ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയാം. ഈ മെയിൻ ആയിട്ട് 6 റൂൾസ് ആണ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഫോളോ ചെയ്യുന്നത്. ഈ 6 റൂൾസിനെ ഒന്നിച്ച് പറയുന്ന ഒരു പേരാണ് ആംസ്ട്രോങ് ആക്സിയംസ്. ഈ 6 റൂൾസിന്റെ സെറ്റിനെയാണ് ആംസ്ട്രോങ് ആക്സിയംസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന റൂൾസ് ഇതൊക്കെയാണ്: റിഫ്ലെക്സീവ് റൂൾ, ഓഗ്മെന്റേഷൻ റൂൾ, ട്രാൻസിറ്റീവ് റൂൾ, യൂണിയൻ റൂൾ, ഡികമ്പോസിഷൻ റൂൾ ആൻഡ് സ്യൂഡോ ട്രാൻസിറ്റീവ് റൂൾ. ഈ റൂൾസ് എന്താണ്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. മെയിൻലി ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് തന്നിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സമയത്ത്. സോ ഈ ഒരു റൂൾസും അതിന്റെ ഫോർമാറ്റ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി പ്രോപ്പർട്ടീസിലെ ഫസ്റ്റ് റൂൾ എന്താ നോക്കാം. റിഫ്ലെക്സീവ് റൂൾ ആണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇഫ് y ഈസ് എ സബ്സെറ്റ് ഓഫ് x then x determines y. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എക്സും വൈയും. അപ്പം y എന്ന് പറയുന്നത് എക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സിന് വൈനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്നാണ് റിഫ്ലെക്സീവ് റൂൾ പറയുന്നത്. അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ട്രാൻസിറ്റീവിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ് ഓഗ്മെന്റേഷൻ റൂൾ. ഓഗ്മെന്റേഷൻ റൂളിന്റെ വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ ദെൻ എക്സ് സെറ്റ് ഡിറ്റർമിൻസ് വൈ സെറ്റ്. അതായത് രണ്ട് ആട്രിബ്യൂട്ട്സിനോടും കൂടി വേറൊരു ആട്രിബ്യൂട്ട് സെയിം ആട്രിബ്യൂട്ട്സ് ആണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഓഗ്മെന്റേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു ഓഗ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പുറത്തും ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല, കാരണം സെയിം ആട്രിബ്യൂട്ട് ആണ് രണ്ട് സൈഡിലും ഓഗ്മെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഡിപെൻഡൻസി അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഓഗ്മെന്റേഷൻ റൂൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രാൻസിറ്റീവ് റൂൾ. ട്രാൻസിറ്റീവ് റൂൾ പറയുന്നത് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് വൈ ഡിറ്റർമിൻസ് സെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എക്സ് ഡിറ്റർമിൻസ് സെഡ് എന്നുള്ളത് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്താണോ അത് തന്നെയാണ് ട്രാൻസിറ്റീവ് റൂളും ഇവിടെയും പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് യൂണിയൻ റൂൾ. യൂണിയൻ റൂൾ പറയുന്നത് എന്താണ്? ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് എക്സ് ഡിറ്റർമിൻസ് സെഡ് then എക്സ് ഡിറ്റർമിൻസ് വൈ സെഡ്. എങ്ങനെ കിട്ടുന്നത് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഡിറ്റർമിൻസ് വൈയും അതുപോലെ തന്നെ എക്സ് ഡിറ്റർമിൻസ് സെഡും. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ ഓഗ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഓഗ്മെന്റേഷൻ റൂൾ പറഞ്ഞില്ലേ, ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ ഓഗ്മെന്റേഷൻ ചെയ്യാൻ പോവുകയാണ്. എക്സ് വെച്ചുകൊണ്ടാണ് ഓഗ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ഡിറ്റർമിൻസ് എക്സ് വൈ എന്നാണ് കിട്ടുന്നത്.
പക്ഷേ ഇവിടെ എക്സ് ഡിറ്റർമൈൻസ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ മാത്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്നും ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ടേബിളിലെ ആട്രിബ്യൂട്ട് ആണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ ഇൻറ്റു റോൾ നമ്പർ എന്ന് പറഞ്ഞാലും ആ ഒരു റോൾ നമ്പറിന് സെയിം തന്നെയാണ്, റോൾ നമ്പർ തന്നെയാണ്. അവിടെ ഡബിൾ ആവോ ട്രിപ്പിൾ ആവോ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ് ഡിറ്റർമൈൻസ് എക്സ് വൈ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ അല്ല, ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. സോ ഈ സെക്കൻഡ് ഡിപ്പെൻഡൻസിയിൽ നമ്മൾ വീണ്ടും ഓഗ്മെന്റേഷൻ ചെയ്യണം. അത് y വെച്ചുകൊണ്ടാണ് ഓഗ്മെന്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമുക്കിവിടെ എക്സ് വൈ ഡിറ്റർമൈൻസ് വൈ സെഡ് എന്നുള്ള ഇക്വേഷൻ കിട്ടി. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് വൈ ഡിറ്റർമൈൻസ് വൈ സെഡ് എന്ന് കിട്ടി. ഈ ഒരു എക്സ് വൈനെ നമുക്ക് എക്സ് കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ ഇതിന് പകരം നമ്മൾ ഈ എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഡിറ്റർമൈൻസ് വൈ സെഡ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു റൂട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് എക്സ് ഡിറ്റർമൈൻസ് വൈ സെഡ് എന്നുള്ളത് ആസ് പെർ യൂണിയൻ റൂൾ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഡീകമ്പോസിഷൻ റൂൾ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പ്രോജക്റ്റ് റൂൾ എന്നാ പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ യൂണിയൻ റൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ഇതിൽ നടക്കുന്നത്. ആസ് പെർ റൂൾ എന്താ പറയുന്നത്, എക്സ് ഡിറ്റർമൈൻസ് വൈ സെഡ്, ദെൻ എക്സ് ഡിറ്റർമൈൻസ് വൈ ആൻഡ് എക്സ് ഡിറ്റർമൈൻസ് സെഡ്. അതായത് രണ്ടിനെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ് ഡിറ്റർമിനന്റിന്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ആട്രിബ്യൂട്ടേ വന്നിട്ടുള്ളൂ, അപ്പൊ പ്രശ്നമില്ല. പക്ഷെ സപ്പോസ് നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ സെഡ് ഡിറ്റർമൈൻസ് എക്സ്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ഈ ഒരു മെത്തേഡ് പോലെ ഡികമ്പോസിഷൻ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഇതിനെ നമ്മൾ വൈ ഡിറ്റർമൈൻസ് എക്സ് എന്നോ അല്ലെങ്കിൽ സെഡ് ഡിറ്റർമൈൻസ് എക്സ് ഇങ്ങനെ എഴുതാൻ പാടില്ല. ബിക്കോസ് ഇവിടെ ഈ ഒരു കീ ആയിട്ട് മാറിയിട്ടുള്ളത് രണ്ടും കൂടി ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരിക്കലും അതൊരു കീ ആയിരിക്കില്ല, അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുമില്ല. സോ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, മിസ്റ്റേക്ക് വരുത്താൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു റൂൾ കൂടിയാണ്. എന്താണ് സ്യൂഡോ ട്രാൻസിറ്റീവ് റൂൾ നോക്കാം. ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ ആൻഡ് വൈ സെഡ് ഡിറ്റർമിൻസ് ഡബ്ല്യു, ദെൻ എക്സ് സെഡ് ഡിറ്റർമിൻസ് ഡബ്ല്യു എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓഗ്മെന്റേഷൻ വഴി ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഡിപ്പെൻഡൻസി, ഇത് സെക്കൻഡ് ഡിപ്പെൻഡൻസി ആണ്. ഈ ഫസ്റ്റ് ഡിപ്പെൻഡൻസിയിൽ ഞാൻ സെഡ് വെച്ചുകൊണ്ട് ഓഗ്മെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് സെഡ് ഡിറ്റർമിൻസ് വൈ സെഡ് എന്നുള്ള ഒരു പുതിയൊരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് കിട്ടി. പിന്നീട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്താ പറയുന്നത്, വൈ സെഡ് ഡിറ്റർമിൻസ് ഡബ്ല്യു ആണ്. ദാറ്റ് മീൻസ് ഇതിന് വൈ സെഡിന് ഡബ്ല്യുവിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എക്സ് സെഡ് ഡബ്ല്യുവിനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻഫറൻസ് റൂൾസ് ആയിട്ടുള്ള ആംസ്ട്രോങ് ആക്സിയംസ് റൂൾസ് പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ ഈ റൂൾസ് ഒരിക്കലും മറന്നു പോയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഒന്നാമത് ക്ലോഷർ കാണാൻ വേണ്ടിയിട്ട് വരും, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് ഈ റൂൾസിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ട്രാൻസിറ്റീവ് റൂളും അതുപോലെ തന്നെ ഈ ഒരു ഡീകമ്പോസിഷനിൽ ഇപ്പൊ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഈ റിഫ്ലെക്സീവ് റൂള്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന റൂൾസ് ആണ്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.